സൂക്ഷ്മദർശന ലൊക്കേഷനിൽ ആദ്യമായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി വണ്ടി കയറി കഴിഞ്ഞപ്പോൾ മൂരി എനിക്ക് ഇതയച്ചിരുന്നു ഒരു ലിറിക്ക്. ആദ്യത്തെ ദുരൂഹ മന്ദഹാസമേ പിന്നെ അത് സസ്റ്റെയിൻ ചെയ്തിട്ട് അതെങ്ങനെ, പക്ഷെ അത് ക്രിഞ്ച് ആവുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു ആ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ. ആദ്യമേ ഞാൻ സമീർക്കനോട് പറഞ്ഞു, ഞാൻ വർക്ക് തുടങ്ങണതിന് മുമ്പ് ഞാൻ സമീർക്കനോട് പറഞ്ഞു നമുക്ക് പുറത്തെവിടെയൊക്കെ റെക്കോർഡ് ചെയ്യാൻ നോക്കട്ടെ. ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇലക്ട്രോണിക് പരിപാടികൾ നമ്മൾ പിടിക്കൂല, പാട്ട് പറഞ്ഞ പോലെ പ്രൊമോയാണ്, അത് ബീറ്റ് നെഞ്ചത്ത് കൊടുത്താലേ അത് കിട്ടുള്ളൂ, കാരണം അങ്ങനെ ട്രീറ്റ് ചെയ്താണ്. സുഷിൻ ചേട്ടൻ്റെ സ്കോർ കേട്ടിട്ട് ഇവിടുത്തെ പരിപാടികൾ കേട്ട് എസ്ത്രയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ആളായ പൊളിക്കും. ലുഡ്വിഗ് ഗൊറാൻസന്റെ ഭയങ്കര ഫാനാണ് എനിക്ക്. പുള്ളിക്ക് ഒരു ഫയർ ഉണ്ട്. പുള്ളി എല്ലാം ചെയ്യുമ്പോഴും അതിൻ്റെതായ ഒരു ഐഡന്റിറ്റി കൊണ്ടുവരാറുണ്ട്. സ്റ്റുഡിയോയിലൊരു തിരി കത്തിച്ച് വെച്ചാൽ ഒരു ബൗളുണ്ട്. അപ്പൊ ഈ ബൗളിൽ വെറുതെ കോല് തട്ടിയപ്പോ ഒരു സൗണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ പിടിച്ചിട്ട് ദ ക്യൂ ഷോ ടൈമിൽ ക്രിസ്റ്റോ സേവ്യർ, വെൽക്കം. ആദ്യമേ അഭിനന്ദനങ്ങൾ. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കിടയിൽ ഒരു സിനിമ കണ്ടുകഴിഞ്ഞാൽ നമ്മളതിൻ്റെ സ്കോറിനെ പറ്റി ഏറ്റവും കൂടുതൽ സംസാരിച്ചത് എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിനുള്ളിൽ ഞാൻ പോയി സംസാരിച്ചിട്ടുള്ളതും ഈ സൂക്ഷ്മദർശിയെ കുറിച്ചിട്ടാണ്. ഭയങ്കര രസമായിരുന്നു, സൗണ്ട് സ്കേപ്പ് എല്ലാം രസമുണ്ടായിരുന്നു. ഇതിനൊരു ഫസ്റ്റ് ഫീഡ് ആ കഥ കേൾക്കുന്ന സമയത്ത് നരേഷൻ സമയത്ത് ഒരു മ്യൂസിക്കൽ നരേഷൻ കൂടെ ക്രിസ്റ്റോന്റെ തല കൂടെ പോകുന്നുണ്ടാവുമല്ലോ. സൂക്ഷ്മദർശിനിയുടെ ഒരു ഫസ്റ്റ് നരേഷൻ കഴിഞ്ഞ് ഇത് ഓക്കെ പറഞ്ഞതിന് ശേഷം ക്രിസ്റ്റോയുടെ നെക്സ്റ്റ് മൂവ് എന്താ? അടുത്ത മൂവ് ഈ പറഞ്ഞ പോലെ പുതിയത് എന്ത് ചെയ്യാമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെ ഇതുവരെ ചെയ്യാത്ത പരിപാടി ചെയ്യുക ഉള്ള പ്ലാനായിരുന്നു. പിന്നെ ഓർക്കസ്ട്രലായിട്ട് ട്രീറ്റ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തി. ഇപ്പോൾ MC ആണേലും സമീർക്ക് ആണേലും നമ്മളെല്ലാവരും കൂടി അങ്ങനെ ഒരു സൗണ്ട്സ്കേപ്പ്, ഒരു വെസ്റ്റേൺ ക്ലാസിക്കൽ ഓർക്കസ്ട്രൽ കൾച്ചറിൽ തന്നെ പിടിക്കാമെന്നുള്ള പ്ലാൻ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം പിന്നെ അതിനെങ്ങനെ എനിക്കത് വെറുതെ ഓർക്കസ്ട്രൽ ചെയ്യുമ്പോൾ വെറുതെ ചെയ്യരുതെന്നുണ്ടായിരുന്നു. അത് ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യണം, നന്നായിട്ട് റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ അത് സെറ്റ് ആവില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. കാരണം ആദ്യമേ ഞാൻ സമീർക്കനോട് പറഞ്ഞു, ഞാൻ വർക്ക് തുടങ്ങണതിന് മുമ്പ് ഞാൻ സമീർക്കനോട് പറഞ്ഞു നമുക്ക് പുറത്തെവിടെയൊക്കെ റെക്കോർഡ് ചെയ്യാൻ. സമീർക്ക് നോക്കട്ടെ. അപ്പൊ എനിക്ക് മനസ്സിലായി സമീർക്ക് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പണിയെടുക്കുന്നു അറിഞ്ഞിട്ട് പുള്ളി പിടിക്കാമെന്നുള്ള പ്ലാനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഹാഫൊക്കെ ആക്കി കഴിഞ്ഞപ്പോൾ സമീർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഓരോരോ പരിപാടികൾ ഓക്കെ ആയി പോയി. പിന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യണതിനെ പറ്റി പ്ലാൻ ചെയ്തു. എനിക്ക് തോന്നുന്നത് എൻ്റെ ഇപ്പോൾ ലൈനപ്പ് ചെയ്ത പടങ്ങളിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം ചെലവ് നമ്മൾ പ്രൊഡക്ഷനും ആ ചെലവ് അത് എനിക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഒരു വലിയ എമൗണ്ട് തന്നെ അവർ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അവർ ചെലവാക്കി. സോ ഹാപ്പി. ഈ റെക്കോർഡിംഗ് പറയുമ്പോഴേ ഇപ്പോൾ സിനിമയുടെ നറേറ്റീവിൽ ഒരു ക്യാറ്റ് മോസ്റ്റ് പ്ലേ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇപ്പൊ എനിക്ക് പെട്ടെന്ന് സ്കോർ കേൾക്കുമ്പോൾ ഈ ടോം ആൻഡ് ജെറിയിലെ ഇവരുടെ ഓർക്കസ്ട്രേഷൻ ഉണ്ടല്ലോ, ഇവരുടെ ചേസുകളാവാം, ഇവരുടെ മിസ്റ്ററീസ് ആയിരിക്കാം, മിസ്റ്റീഫ് ആയിരിക്കാം, ഇതെല്ലാം ഒരു പ്ലേസ് ചെയ്യുന്ന ഈ സ്ട്രിങ്സിലുള്ള പ്ലേ ഭയങ്കര രസമായിരുന്നു ടോം ആൻഡ് ജെറിയിലെ. ഇതിൽ വരുന്ന സമയത്ത് അതുപോലെ നല്ല അത്തരത്തിൽ നമുക്ക് കൂടുതൽ ബീറ്റുകൾക്ക് പോവാതെ നമ്മൾ ഈ ഓർക്കസ്ട്രേഷൻ ഭയങ്കര ഇൻവോൾവ് ആണ്. എനിക്ക് ചോദിക്കാനുള്ളത് ഈ സിനിമകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട സിനിമകളൊക്കെ ആകുമ്പോൾ അവിടെ തീമുകൾക്ക് പ്രാധാന്യം ഉണ്ടല്ലോ. ഇന്നാളുടെ തീം ഓരോ ആക്ടറിന്റെ സ്റ്റാറിന്റെ ഒക്കെ ബേസിൽ തീമുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, സിനിമയ്ക്ക് ഒരു ടോട്ടൽ തീം ഉണ്ടാക്കുന്നു. സൂക്ഷ്മദർശിനിയുടെ കാര്യത്തിൽ ക്രിസ്റ്റോന്റെ ഒരു ഫസ്റ്റ് അപ്രോച്ചില് സൂക്ഷ്മദർശിനിക്കാണോ തീം ഉണ്ടാക്കുന്നത് അതോ സിറ്റുവേഷൻസിനാണോ ക്യാരക്ടേഴ്സിനാണോ? ആദ്യം നമ്മൾ സൂക്ഷ്മദർശിനിക്ക് ഒരു തീം ഉണ്ടാക്കി. ഷൂട്ട് നടക്കുന്ന ടൈമിൽ ഞാൻ ഒരു തീം റെഡിയാക്കി. അതാണ് ഇപ്പോൾ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ തീമിന്റെ എക്സ്റ്റൻഡഡ് വേർഷൻ ഇപ്പോൾ റിലീസ് ചെയ്തേക്കുന്നത്. നമ്മൾ ആദ്യം അതിൻ്റെ ഒരു ഷോർട്ട് വെർഷൻ, ഒരു 1 മിനിറ്റിൽ താഴെ വരുന്ന ഒരു പരിപാടി നമ്മൾ ആദ്യം കമ്പോസ് ചെയ്ത് റെഡിയാക്കി. അത് വെച്ച് കുറേ സ്ഥലങ്ങളൊക്കെ അവർ അതൊക്കെ വെച്ച് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്പോട്ട് എഡിറ്റിലൊക്കെ. പിന്നീട് ഈ പറഞ്ഞ പോലെ ആ തീമിനെ നമ്മൾ ബിൽഡ് ചെയ്ത് ആ തീമിനെ തന്നെ ഒരു 2 മിനിറ്റ് ആക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ റിലീസ് ചെയ്തേക്കുന്നത്. ആ തീം ഒരു ട്രാക്കായിട്ട് ബേസിലായിട്ടിൻ്റെ ക്യാരക്ടറിന് ഒരു തീം നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ തന്നെ തീം ബിൽഡ് ചെയ്ത് ഇപ്പോൾ പടം കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ അകത്ത് പ്രിയദർശിനിയുടെ ക്യാരക്ടർ നസ്രിയുടെ ക്യാരക്ടർ ഒരു സൂക്ഷ്മദർശിനിയാണ് പുള്ളിക്കാരി. അപ്പോൾ പുള്ളിക്കാരി ഓരോ കാര്യങ്ങളും കണ്ടുപിടിക്കാൻ വേണ്ടി പോകുമ്പോഴും ഈ തീമിൻ്റെ ഒരു എലമെന്റ് നമ്മൾ കാണിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പൊ അതൊരു ക്യാരക്ടറിന്റെ കൂടെ പോകുന്ന ഒരു തീമായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഈ ഓർക്കസ്ട്രേഷൻ എനിക്ക് ഇതില് ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴും ക്രിസ്റ്റോ ചെയ്ത വർക്കാണ്. ക്രിസ്റ്റോന്റെ ഹൈ എന്ന് പറഞ്ഞൊരു ഓർക്കസ്ട്രേഷൻ കോർഡിനേറ്റ് ചെയ്യുന്നത്, അതിൽ സൗണ്ടിങ്സ് ചെയ്യുന്നത് പുറത്തുനിന്നൊരു ടീമാണ് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത്. ബുഡാപെസ്റ്റിലാണ് ചെയ്യുന്നത്. അത് ശരിക്കും ഭയങ്കര ഒരു മൊമെന്റ് ആണല്ലോ.
അതായത് നമ്മൾ ഇവിടെ ചെയ്തു പോയ ശൈലികള് രീതികൾ ഇതിനൊക്കെ പൊളിച്ചിട്ടാണ് ക്രിസ്റ്റോയുടെ സൗണ്ട് ചെയ്യുന്നത്. ഈ ആ മൊമെന്റ് ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് അതിന്റെ ഒരു പ്രോസസ് ശരിക്കും അത് ഭയങ്കര രസമായിരിക്കും. ഇത് ആദ്യമേ തന്നെ എനിക്ക് ഞാൻ ജോൺ വില്യംസിന്റെ സ്കോറുകളൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനത്തെയൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ഈ സൂക്ഷ്മദർശിനിയുടെ കഥ നടക്കുന്ന ടെറൈനിൽ ഇപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്തോണ്ടിരുന്നവരോട് ഞാൻ പറയും, ഇതിനു മുമ്പ് ഈ സൂക്ഷ്മദർശിനിയുടെ കഥ ആയ സമയത്ത് ഞാൻ പറയും നമ്മൾ അടുത്തത് ഓർക്കസ്ട്രലാണ്ട് ചെയ്യാൻ പോകണമെന്നൊക്കെ പറയും. അപ്പം അവര് നാടൻ ടെറൈനിൽ ഇത് വർക്കാവോ എന്നുള്ള സാധനമുണ്ട്. പക്ഷെ എനിക്ക് എന്തോ തോന്നി ഇത് ഒരു പുതുമ, എനിക്ക് അങ്ങനെ ട്രൈ ചെയ്താൽ കൊള്ളാൻ തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം പോലത്തെ ഒരു സ്ഥലത്ത് ഒരു ഓർക്കസ്ട്രൽ സൗണ്ട് എന്തുകൊണ്ട് വന്നൂടാ എന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ പിടിച്ചതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് റൺസും പരിപാടികളൊക്കെ ഓർക്കസ്ട്ര, ഒരു മാജിക്കൽ മിസ്റ്ററി ഫാന്റസി ഒക്കെ. ഹാരി പോട്ടർ ഒക്കെ എനിക്ക് ജോൺ വില്യംസ് കൾച്ചറാണ് അത് കംപ്ലീറ്റ്ലി. എനിക്കത് അങ്ങനെ ചെയ്യണം. അത് കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു എന്നെ സംബന്ധിച്ച്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഓർക്കസ്ട്രൽ ചെയ്യണത്. പക്ഷെ അത് ചീത്തപ്പേരില്ലാതെ നന്നായിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. കാരണം അങ്ങനെ അതൊരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആയിരുന്നു. ആക്ച്വലി നമ്മൾ ബുദാപെസ്റ്റിലാണെങ്കിലും പൊതുവേ നമ്മളിപ്പോൾ നമ്മൾ ടർബോന്റെ സമയത്താണെങ്കിലും നമ്മൾ റെക്കോർഡ് ചെയ്തൊക്കെ സ്ട്രിങ്സ് മാത്രമേ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ വുഡ് വിൻസ്, ബ്രാസ്, ഹോൺസ് എല്ലാം കംപ്ലീറ്റ് ഓർക്കസ്ട്ര പെർക്കഷൻസ് ഒക്കെ ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ നമ്മൾ അവിടെ നിന്ന് റെക്കോർഡ് ചെയ്തു. ഇതിന്റെ കോർഡിനേഷൻ അവരായിട്ടുള്ള ഒരു സിങ്ക് ഇതെങ്ങനെയാ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മൾ പീസ് എല്ലാം സെറ്റ് ചെയ്യുന്നു. ആരൊക്കെ എന്തൊക്കെ പ്ലേ ചെയ്യണം എന്നുള്ളതിന്റെ നൊട്ടേഷൻ നമ്മൾ റെഡിയാക്കിയിട്ട് അവർക്ക് അയച്ചു കൊടുക്കും. അവർ സൈറ്റ് റീഡിംഗ് ആണ്, അവരപ്പോൾ തന്നെ നോക്കി വായിച്ചോളൂ. ടേക്കുകൾ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം, അതവര് ചെയ്തു. ഇവിടെ ലൈവായിട്ട് നമുക്ക് ഓൺലൈനിൽ നമ്മൾ സിനിമ ഇപ്പോൾ റിലീസ് ആയി കഴിഞ്ഞിട്ടുള്ള കുറച്ച് നേരമായിട്ടുള്ളൂ. സിനിമ ഡിസ്കഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൂക്ഷ്മദർശിനി വിത്തൗട്ട് സ്കോർ കാണുന്ന ആളുടെയാണല്ലോ, അതിനുശേഷമാണ് അതിനെ എൻഹാൻസ് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് വാച്ച് സൂക്ഷ്മദർശിനിയുടെ അതിന്റെ മൊമെന്റ് എങ്ങനെയാണ് ഇപ്പോൾ റീകൾട്ട് ചെയ്യുന്നത്? ശരിക്കും കഥ പറഞ്ഞപ്പോൾ നമ്മളെ മനസ്സിലൊരു സിനിമ കാണുമല്ലോ, ആരാണെങ്കിലും നമ്മൾ മനസ്സിലൊരു പരിപാടി കാണും. അപ്പോൾ പിന്നെ വിഷ്വൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ഇങ്ങനെയാണ്, ഇതിനെ എങ്ങനെ ആക്കാമെന്ന് ഞാൻ ചിന്തിച്ചത്. അല്ലാതെ മറ്റേ ആസ്വദിക്കണതിനെ പറ്റി ആ സമയത്ത് ഞാൻ ചിന്തിച്ചില്ല. മാക്സിമം പടം ഇതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, എവിടെ എങ്ങനെ മ്യൂസിക് വന്നാൽ എന്താവും എന്നുള്ള പ്ലാനിങ് ഒക്കെ ആയിരുന്നു. എനിക്കൊരു പെർട്ടിക്കുലർ സീക്വൻസ് ആയിട്ട് ചോദിക്കാനുള്ളതാണെങ്കിൽ, ഈ പറഞ്ഞ ഇവരുടെ വീട്ടിലെ സെക്കൻഡ് ഹാഫിൽ ഒരു പോയിന്റില് ഇവരുടെ വീട്ടിലെല്ലാവരും ഉണ്ട്. ഈ കുഞ്ഞുകുട്ടി മുകളിലോട്ട് വരുമ്പോൾ ഗെയിം കളിക്കുന്നത് കാണുന്ന ആ സീക്വൻസ് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ഓഡിയൻസിന് ടെൻഷൻ ബിൽഡിംഗ് വേണം. അവിടെയുള്ള ക്യാരക്ടേഴ്സിന് ആര് ടെൻഷൻ അടിക്കണം അവർ ടെൻഷൻ അടിക്കണം. ബാക്കിയുള്ളവർക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഒരാളാണെങ്കിൽ നിരാശയാണ്, ഇനി എന്ത് ചെയ്യും എന്നുള്ളത്. ഈ പല ഇമോഷനാണ് ഒറ്റ സീക്വൻസിൽ. അതിൽ പ്രത്യേകിച്ച് ഈ കുട്ടിയും ഗെയിം കളിക്കുന്ന ആളും തമ്മിലുള്ള ലുക്സ് കാര്യങ്ങൾ അത് വർക്ക് ഔട്ട് ചെയ്യാന്നുള്ളത് ആ പെർട്ടിക്കുലർ സീക്വൻസിന്റെ ഒരു ഫസ്റ്റ് ഐഡിയ അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നത്. ഒന്നുമില്ല, ബ്രേക്ക് കറക്റ്റ് എവിടെ ബ്രേക്ക് ഇടാം എന്നുള്ള പ്ലാനായിരുന്നു. കാരണം ഓരോരോ സ്ഥലങ്ങൾ നമ്മൾ മാർക്ക് ചെയ്ത് മ്യൂസിക് കൊടുക്കണതിനും അവിടെയൊക്കെ സൈലൻസ് എവിടെയൊക്കെ കൊടുക്കാം എന്നുള്ള പ്ലാൻ ഇട്ട് ഒരു മ്യൂസിക് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അവിടെ എവിടെയൊക്കെ ബ്രേക്ക് കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടായിരുന്നു അത് പിടിച്ചത്. എന്ന് വെച്ചാൽ അങ്ങനെ പിടിച്ചാൽ അതിനൊരു ചെറിയൊരു ഫണ്ട് ഉണ്ടെങ്കിൽ ആ ഫണ്ടും കിട്ടട്ടെ എന്നുള്ള രീതിക്ക് അങ്ങനെ ഒരു ബ്രേക്ക് ഇട്ട് അന്നാ ടെൻഷനുള്ള സ്കോർ അടക്കം തന്നെയുണ്ട്. അങ്ങനെ ബ്രേക്ക് ഇട്ട് ഇവൻ മാനുവലിന്റെ ഇൻട്രൊഡക്ഷൻ ആണെങ്കിലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇനി ഒന്നുകൂടെ കാണുവാണെങ്കിൽ അതില് ഓരോ മൂവ്മെന്റിനെ നമ്മൾ സ്കോർ ചെയ്തേക്കണം. പുള്ളി എന്തൊക്കെ ചെയ്യുന്നു അവിടെ നിന്ന് ചാടി താഴ്ത്തോട്ട് വരുമ്പോൾ അങ്ങനെ ബിൽഡ് ചെയ്തത്. അതൊരു കാർട്ടൂണിഷ് ആണ്. എന്നാലും അതിനൊരു അല്ലെങ്കിൽ ഒരു സ്കോർ പോലെ അവിടെ പോയി കഴിഞ്ഞാൽ ആ ക്യാരക്ടറിന് അങ്ങനെ ഒരു പരിപാടി കിട്ടുമെന്ന് എനിക്ക് തോന്നിയില്ല. അത് കാരണം പിന്നെ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു ടോം ആൻഡ് ജെറി പരിപാടി തന്നെ കാർട്ടൂണിഷ് സിനിമാറ്റിക് പരിപാടിയായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. ഇപ്പൊ ഈ ടോം ആൻഡ് ജെറി വീണ്ടും നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ മാനുവലിന്റെ തന്നെ ഒരു ലെങ്തി സീക്വൻസ് ഉള്ളു. മാനുവൽ ഓടി നടന്ന് പറമ്പിലൂടെ പോകുന്ന അവിടെയാണ് ഞാനിപ്പോ റീകൾട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് കണ്ടിറങ്ങി റീകൾട്ട് ചെയ്യുമ്പോൾ ബീറ്റ് വരുന്ന പോയിന്റ് അവിടെയാണ്. വേറെ എവിടെ ഞാൻ ബീറ്റ് ക്യാച്ച് ചെയ്തിട്ടില്ല. അവിടെ ബീറ്റ് അല്ല ആക്ച്വലി. അവിടെ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയലിൻ വെറുതെ മ്യൂട്ട് ചെയ്തിട്ട് ക്ലക്ക് ക്ലക്ക് വെറുതെ നോട്ടുകളില്ലാതെ വെറുതെ ഓരോരോ ഇത് റെക്കോർഡ് ചെയ്യും. പിന്നെ കുറച്ച് സൗണ്ടുകൾ അതുപോലെ എൻ്റെ സ്റ്റുഡിയോയിലൊരു തിരി കത്തിച്ച് വെച്ചാൽ ഒരു ബൗളുണ്ട്. അപ്പൊ ഈ ബൗളിൽ വെറുതെ കോല് തട്ടിയപ്പോ ഒരു സൗണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ പിടിച്ചിട്ട് ആ ഒരു കള്ളത്തരം കിട്ടാൻ വേണ്ടി അങ്ങനെയായിരുന്നു. ഈ സിനിമയുടെ പല മൂഡുകളുണ്ട്, സിനിമയിൽ സംഭവിക്കുന്ന പല ഹുക്ക് പോയിന്റുകളുണ്ട്. എന്നാൽ സ്കോറിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആവുന്നില്ല സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ഇപ്പോൾ ഇവിടെ ഒരു ഭയങ്കര സ്കോർ വരും, നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ആ മൂഡെല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ സ്കോർ ഒരു പാത്തായിട്ട് നിൽക്കുന്നുണ്ട് കൃത്യമായിട്ട്.
ഈ എഫേർട്ട് ഇടുന്നത് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്, അത് സ്കോറിൽ, പാട്ടുകളിൽ, ഇതിന് പ്രൊമോ സോങ് ഒരു സെപ്പറേറ്റ് വേർഷൻ തന്നെയാണല്ലോ, ഇതായിട്ടൊരു ബന്ധമില്ലാത്ത തരത്തിലുള്ളൊരു സ്പേസിലാണ് അത് സെറ്റ് ചെയ്യുന്നത്. ഈ എഫേർട്ട് ഇടുന്നത് ഒരു സിനിമയ്ക്ക്, അതിലിപ്പോൾ ടർബോ വലിയ പടമാണ്, പ്രമേഹം വേറെ തന്നെ ടെറൈൻ, വേറെ തന്നെ കൾച്ചർ, വേറെ തന്നെ സെറ്റിംഗ്, സൂക്ഷ്മദർശിനി വരുമ്പോൾ എൻറ്റയർലി ഡിഫറെൻറ്റ്, ഇതൊന്നായിട്ടൊരു ബന്ധമില്ല. ഈ ഓരോ സിനിമകളും പിക്ക് ചെയ്ത് എഫേർട്ട് കൊടുക്കുക, ആ എഫേർട്ടിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം, അത് ശരിക്കും ഒരു മ്യൂസിക് ഡയറക്ടർക്ക് ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് ആണോ, അത് ഭയങ്കര ഈ റെസ്റ്റ്ലെസ് പ്രോസസ് ആണോ, അത് ഭയങ്കര കാമായിട്ട് ചെയ്യുന്നതാണ്, ഇങ്ങനെ ഈ എഫേർട്ട് ഇടുന്നത്? എനിക്കിഷ്ടമാണ്. എനിക്ക് ആക്ച്വലി എന്തേലും പുതിയ ചെയ്തല്ലേ, അല്ലെങ്കിൽ എനിക്കൊരു ഇപ്പൊ സ്ഥിരം ചെയ്യുന്ന പരിപാടികൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇലക്ട്രോണിക് പരിപാടികൾ നമ്മൾ പിടിക്കൂല. പാട്ട് പറഞ്ഞ പോലെ പ്രൊമോയാണ്, അത് ബീറ്റ് നെഞ്ചത്ത് കൊടുത്താലേ അത് കിട്ടുള്ളൂ, കാരണം നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്താണ്. ബാക്കി സ്കോർ എനിക്ക് കംപ്ലീറ്റ്ലി ഏത് ഇമോഷൻ ആണെങ്കിലും അത് ഓർക്കസ്ട്രയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റിയാൽ നല്ലതാണെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. പക്ഷെ അത് വർക്കായെന്നാണ് വിചാരിക്കുന്നത്. ഈ സൂക്ഷ്മദർശിനിയുടെ ഈ പറഞ്ഞ ജേണിയിൽ ഇതിൻ്റെ ഒരു ലോങ് ജേണി ഉണ്ട്. ഫ്രം സ്ക്രാച്ച് തൊട്ട് ഇവർ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്, അതിന് സെറ്റ് ചെയ്യുന്നത്, നറേഷൻസ്, സിനിമ ഷൂട്ട് ചെയ്യുന്നത്, അതിനിടയ്ക്ക് ക്രിസ്റ്റോൻ്റെ ഇൻവോൾവ്മെന്റ്, ഈ ജേണിയിൽ എല്ലാത്തിലും എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോസ്റ്റ് എത്തുന്നവരെ ക്രിസ്റ്റോന് ഒരു പരിധി വരെ ഹെക്റ്റിക് അല്ല. അവിടെ നിന്ന് ഈ സിനിമയുടെ റിലീസ് വരെയാണ് ഇതിന്റെ എഫേർട്ട്. ഈ പറഞ്ഞ പണി മൊത്തം നടക്കുന്നത് അവിടെയാണ്. ഈ ടീമിനെ കോർഡിനേറ്റ് ചെയ്ത്, കൃഷ്ണയുടെ തന്നെ ടീമുണ്ടോ, ഈ ടീമിനെ കോർഡിനേറ്റ് ചെയ്യുന്നു, ഒരു സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, അതിലൊരു ചിലപ്പോൾ എന്തെങ്കിലും ചലഞ്ചുകൾ ഉണ്ടാവാം, അതിനെ ഓവർകം ചെയ്യണം. അത്രത്തെ സൂക്ഷ്മദർശിനിയുടെ ഏത് പോയിന്റ് കൃഷ്ണ ചിലപ്പോൾ ഓക്കെ ഇതായിരിക്കും, ഇതാണ് ഏരിയ, ഇത് നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യും, ഇതിനൊക്കെ കൂടുതൽ എഫേർട്ട് ഇടണോ, അങ്ങനത്തെ ഒരു പോയിന്റ് ഉണ്ടോ സിനിമയിൽ? എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയണില്ല, പക്ഷേ വളരെ ചെറിയ സമയത്ത് നല്ല മ്യൂസിക് ഉണ്ടാക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. വളരെ ചെറിയ സമയത്ത് ഈ പറഞ്ഞ പോലെ ഇവിടെ ഏറ്റവും ഞാൻ വർക്ക് ചെയ്തതിൽ ഏറ്റവും കുറച്ച് സമയത്തിൽ മ്യൂസിക് ഉണ്ടാക്കിയെടുത്ത ഒരു പരിപാടിയാണ് സൂക്ഷ്മദർശിനി. അപ്പൊ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു സുഖമുണ്ട്. ഈ സിനിമയുടെ എനിക്ക് തോന്നുന്നു ആദ്യ പകുതി രണ്ടാം പകുതി എത്തുമ്പോൾ സിനിമ മാറുന്നുണ്ട്, ഈവെന്റ്സ് മാറുന്നുണ്ട്, ആളുകൾ അതുവരെ കണ്ട രീതിയിലല്ല സിനിമയുടെ ഒരു ഫ്ലോയോ പോക്ക് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ക്രിസ്റ്റോ ആസ് എൻ ഓഡിയൻസ് കൂടെ സിനിമ ആണെന്നാണല്ലോ, ഓഡിയൻസ് പെർസ്പെക്റ്റീവിലൂടെ സിനിമ ആണെന്നാണ്. സിനിമയുടെ വാച്ചിൽ ക്രിസ്റ്റോയുടെ ജഡ്ജ്മെന്റ് ഒരെണ്ണമായിരിക്കാം, ചിലപ്പോൾ കണ്ടോണ്ടിരിക്കുമ്പോൾ ഈ സാധനം ചെയ്യാന്നായിരിക്കാം, ചെയ്ത് വരുമ്പോൾ ഇത് മാറുന്നുണ്ടാവുമായിരിക്കാം. അങ്ങനത്തെ ഒരു കോൺട്രഡിക്ഷൻ ത്രൂ ഔട്ട് പ്രോസസ്സിൽ ഉണ്ടാവാറുണ്ടോ? ശരി, എനിക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കും ഇതായിരുന്നു. കാരണം നമ്മുടെ ഇപ്പോൾ മലയാളത്തിൽ മൊത്തത്തിൽ ഉള്ളൊരു മ്യൂസിക്കൽ കൾച്ചർ വെച്ച് നോക്കി കുറച്ച് ഇലക്ട്രോണിക് പരിപാടികളൊക്കെയാണ് ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പോൾ അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ അത് ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ. കാരണം നെഞ്ചത്ത് കിട്ടിയാലേ ഇവർക്ക് ആൾക്കാർക്ക് അത് കണക്റ്റ് ആവുള്ളൂ. ഈ പറഞ്ഞ പോലെ ഇലക്ട്രോണിക്സ് ആ ഒരു ബീറ്റ് കിട്ടിയാലേ ഹൈ കിട്ടുള്ളൂ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അത് മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് എനിക്ക് മനസ്സിലായിടത്തോളം സിനിമേനെ സപ്പോർട്ട് ചെയ്ത് സിനിമക്ക് എങ്ങനെ ആ കഥേനെ എങ്ങനെ നമുക്ക് കുറച്ചുകൂടെ ഇമോഷൻസ് എങ്ങനെ കറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ പറ്റും എന്നതിലാണ്. ഇപ്പൊ ഈ സൗണ്ട് പറഞ്ഞപ്പോഴേ ഈ കഴിഞ്ഞിടയ്ക്ക് ഏറ്റവും ചർച്ച ചെയ്ത് ഈ കങ്കുവയുടെ റിലീസിന് ശേഷം ഇതിന്റെ സൗണ്ടിങ്ങിന്റെ പ്രശ്നങ്ങളെ പറ്റിയായിരുന്നു. പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഒരു സൗത്ത് ഇന്ത്യൻ സിനിമ കൾച്ചറിൽ, ഇപ്പൊ ഇന്ത്യൻ സിനിമ കൾച്ചറിൽ തന്നെ ഒരു കമേഴ്ഷ്യൽ സിനിമ വരുമ്പോഴോ അല്ലെങ്കിൽ മൊത്തത്തിൽ സിനിമകളുടെ കാര്യത്തിൽ സൗണ്ട് എങ്ങനെ ബാലൻസ് ചെയ്യണം, അല്ലെങ്കിൽ സ്കോർ എങ്ങനെ ആളുകൾക്ക് ഇമ്പാക്ട്ഫുൾ ആവണം. ആളുകളാണ് ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു പഴയ ഏറ തൊട്ട് തുടങ്ങുവാണെങ്കിൽ സ്കോറിന്റെ പല രീതിയിൽ കാണാമല്ലോ. ഒരു പോയിന്റിൽ സ്കോർ വർക്കാന്ന് ആൾക്കാർ പറയുന്നത് ഇത് എത്രമാത്രം ലൗഡാണ്, എത്രമാത്രം ഇവരുടെ ബാങ്കർ സൗണ്ട് വരുമ്പോഴാണ് ചിലപ്പോൾ ഇത് ഭയങ്കര ബിജിഎം ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ അല്ലാത്ത രീതിയിൽ ഇതിനൊരു ട്രീറ്റിങ്ങോ അല്ലെങ്കിൽ അതിന് മേലൊരു കമന്റിങ് ഉണ്ടാവാറില്ല. ഈ പറഞ്ഞ ഈ പ്രവണതയുള്ളൂ ഈ സൗണ്ടിന്റെ കാര്യം, ആളുകൾ കമന്റ് ചെയ്യുന്നത് ഭയങ്കര ബീറ്റുകള്, ഭയങ്കര ലൗഡ് ഇതിലാന്നുള്ളത്. അതിൽ ശരിക്കും ഒരു മ്യൂസിക് ഡയറക്ടർ പെർസ്പെക്റ്റീവിൽ എന്താ ടേക്ക് അതിൽ ശരിക്കും ആൾക്കാർ? ഡിപ്പെൻഡ്സ് ഓൺ പടം. ഇപ്പൊ ടർബോ പോലത്തെ പടം ഈ സൂക്ഷ്മദർശിനി ഇതുപോലെ വർക്കാവില്ല. പക്ഷേ ചില പടങ്ങൾ ഇപ്പൊ ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പടങ്ങൾ ആ ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ ചെയ്യണം, അത്രേ ഉള്ളൂ. കാരണം മാസ് പടങ്ങളിൽ കുറച്ച് ലൗഡായാലല്ലേ ആ സാധനം വരുള്ളൂ. അങ്ങനെ ഡിപ്പെൻഡ്സ് ഓൺ വിഷ്വൽ എന്താണ് നമുക്ക് തരുന്ന എനർജി അതനുസരിച്ച് പിടിക്കാന്നുള്ളൂ. ശരിക്കും മ്യൂസിക്കിലൊരു ഈ പറയുന്ന ഒരു മീറ്റർ എന്ന് പറയില്ല, എപ്പോഴും ആക്ടിങ്ങിൽ മീറ്റർ പറയും, മേക്കിങ്ങിൽ മീറ്റർ പറയും, എഡിറ്റിൽ പറയും, മ്യൂസിക്കിൽ ഒരു മീറ്റർ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇപ്പൊ സൂക്ഷ്മദർശിനി സ്കോർ ആണെങ്കിൽ തന്നെ ഇതിലാണ് ഞാൻ ചെയ്യേണ്ടത്, അത് ക്രാക്ക് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇങ്ങനെ പിടിക്കാം, ഇത് ചെയ്യാം, അതിലെത്താനുള്ള സമയം ഭയങ്കര കൂടുതലാണ് ശരിക്കും. അത് കൂടുതലായിരുന്നു. കാരണം ഇപ്പൊ ഓർക്കസ്ട്രലാണെന്ന് ഞാൻ തീരുമാനം എടുത്തെങ്കിലും ആദ്യത്തെ ഇപ്പൊ ഒക്ടോബർ 3 or 4 ആയപ്പോഴാണ് ഞാൻ പടം എൻ്റെ റീല് വന്നത്. ഡേറ്റ് ഞാൻ കറക്റ്റ് ഓർക്കണില്ല. അത് കഴിഞ്ഞിട്ട് 1.5 ആഴ്ച അടുത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കണം. ആദ്യത്തെ സിനിമ വെച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കണേ, എന്താ ഇത് എനിക്ക് മനസ്സിലുണ്ട് ഈ പരിപാടി, ഇത് എങ്ങനെ ഇതിലോട്ട് വരും,
ഞാൻ സമീർ ഖാനോട് പറഞ്ഞു, സമീർ ഖാൻ സമയം എടുക്കും, പക്ഷേ വീണ് കിട്ടിയാൽ ഞാൻ ബാക്കി പിടിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. MC ആണേലും എന്ന് നോക്കുമ്പോഴും അപ്പം ഇങ്ങനെയായിരുന്നു അത്. ആദ്യത്തെ ഒരു ടൈം ഉണ്ട് ഇതിനെ എങ്ങനെ ഒരു സൗണ്ട് സ്കേപ്പിലോട്ട് എത്താനായിട്ടൊരു അതിനുമേ സ്വർഗവാസം എന്ന് പറഞ്ഞാൽ തമിഴ് പടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങണം, മൂഡ് മാറണം. അപ്പോൾ മൊത്തത്തിൽ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കണം. അപ്പം അതിലോട്ടൊന്ന് കയറാനായിട്ട് കുറച്ച് ടൈം എടുത്തായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ കയറി കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ഒക്കെ പട്ടേന്ന് തീർത്ത് നമ്മൾ. ഈ ചലഞ്ചിങ് ആയിട്ടുള്ള ഏരിയ സെക്കൻഡ് ഹാഫ് ആയിരുന്നു, പക്ഷെ അതും കുറച്ച് ഈസി ആയിരുന്നല്ല, കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് തീർത്തു. ക്രിസ്റ്റോ ശരിക്കും ഇപ്പോൾ ജനിച്ച് വളർന്ന മുതലേ ഇത്രയൊരു എറ ഈ ക്രിസ്റ്റോന്റെ ഒരു ഗ്രോത്ത് ആ ഒരു ടൈം പീരീഡിൽ പലതരത്തിലുള്ള സ്കോർ, മ്യൂസിക് ഇതെല്ലാം കണ്ടിട്ടുണ്ടോ? ക്രിസ്റ്റോന് ശരിക്കും ഭയങ്കര ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്കോർ കൊണ്ട് ഭയങ്കര കിക്ക് കിട്ടിയിട്ടുള്ള ഒരു സിനിമ, മ്യൂസിക് ഡയറക്ടർ, അങ്ങനെ ആരായിരിക്കും ഭയങ്കര ചെറുപ്പത്തിൽ ചിലപ്പോൾ ഫസ്റ്റ് ഇതിനോടൊക്കെ ഒരു താല്പര്യം? ചെറുപ്പത്തിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഇവിടെ അടിപൊളിയായിട്ട് സ്കോർ ചെയ്യുന്നത് എനിക്ക് തോന്നിയത്, എനിക്കറിയില്ല കേട്ടോ, ചിലപ്പോൾ എനിക്ക് സുശി ചേട്ടൻ്റെ സ്കോർ കേട്ടിട്ട് ഇവിടുത്തെ പരിപാടികൾ കേട്ട് എസ്ത്രയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ആളെ പൊളിക്കും. അതിന് മുമ്പ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മലയാളത്തിൽ ഇങ്ങനെ ഒരാളുണ്ട്, ഇങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരാളുണ്ടെന്ന് സുശി ചേട്ടൻ്റെ സ്കോർ കേട്ടപ്പോഴാണ് എനിക്ക് അയ്യായത്. പിന്നെ പുറത്ത് ഇപ്പോൾ ലുഡ്വിഗ് ഒറാൻസന്റെ ഭയങ്കര ഫാനാണ് എനിക്ക്. പുള്ളിക്ക് ഒരു ഫയർ ഉണ്ട്. പുള്ളി എല്ലാം ചെയ്യുമ്പോഴും അതിൻ്റെതായ ഒരു ഐഡന്റിറ്റി കൊണ്ടുവരാറുണ്ട്, പുള്ളിയുടേതായ ഒരു പരിപാടി, ഒരു പുതുമ കൊണ്ടുവരാറുണ്ട്. അപ്പം എന്തുകൊണ്ട് എനിക്ക് പറ്റിക്കൂടെ എന്ന് ഭയങ്കരമായിട്ട് ചിന്തിച്ചിട്ടാണ് ഞാൻ ബ്രഹ്മയുഗത്തിൽ പോറ്റിത്തീമൊക്കെ ഉണ്ടാക്കിയത്. ഇന്റൻഷനലി എനിക്കത് ഒരു ഫ്രഷ് ആയിരിക്കണം, ചെയ്തെടുക്കണം. ഈ പറഞ്ഞ പോലെ അതൊരു പോറ്റിത്തീമാണെങ്കിലും ഒരു 5/8 താളത്തില്, നമ്മളിവിടെ അധികം യൂസ് ചെയ്യാത്ത താളമാണ് 5/8 താളത്തില് ഒരു പുതിയ ഈ പറഞ്ഞ പോലെ ബക്കറ്റിൽ ഒരച്ചുണ്ടാക്കിയപ്പോൾ അത് ഫ്രഷ് ആയി. അപ്പോൾ അങ്ങനെ ഒരു ചെയ്യുമ്പോൾ എന്തേലും ഒരു മാർക്കറ്റ് വെക്കണം എന്ന് ഉറപ്പായിട്ട് ഇന്റൻഷനലി ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സൗണ്ട് എക്സ്പ്ലോർ ചെയ്യുന്നത് ഇപ്പൊ പറഞ്ഞ ബൗളിൽ തട്ടുന്നത്, ചിലപ്പോൾ ഇങ്ങനെ ടേബിളിൽ തട്ടുന്നതായിരിക്കും, എന്ത് പിടിക്കണം, എവിടെ തുടങ്ങണം എന്നുള്ളത്, ഈ സൗണ്ടുകൾ പിക്ക് ചെയ്യുന്നത് അത് ശരിക്കും ചിലപ്പോൾ നമ്മൾ ഒരു സൗണ്ട് പിക്ക് ചെയ്യുന്നുണ്ടാവും, ഇത് വേറെ പടത്തിലുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ മുന്നേ ചെയ്തിട്ടുള്ളതായിരിക്കാം. ഇതിലെങ്ങനെ പ്രശ്നസ് കൊണ്ടുവരാം? അതിൽ പറഞ്ഞ പോലെ റെക്കോർഡ് ഞാൻ എൻ്റെ ഫോണിൽ എപ്പോഴും ഞാൻ വോയിസ് നോട്ട് ഇതിൽ എപ്പോഴും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും സൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ സൂക്ഷ്മദർശിനി ഈ പാട്ട് ഗുരുഹമദാസ് എന്ന പാട്ടിൽ ആദ്യത്തെ ഇന്റർലൂഡിൽ വരുന്ന ഏരിയയിൽ എൻ്റെ വീട്ടിലെ വാട്ടർ ടാങ്കിന്റെ അകത്ത് ഒരു നോയ്സ് വന്നിറങ്ങി നോയ്സ് വന്നു. ആ നോയ്സ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് അത് ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഫോണിൽ റെക്കോർഡ് ചെയ്താൽ പക്ഷെ അത് പ്രോസസ്സ് ചെയ്ത് കട്ടുറാകുന്ന രീതിയിൽ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു എനർജി കിട്ടും അതിൻ്റെ അകത്തുനിന്ന്. ഒരു സൗണ്ട് റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് വെച്ച് ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, അങ്ങനെ ഒരു തോന്നൽ എപ്പോഴും കിട്ടും. ഈ സൂക്ഷ്മദർശിനി കാര്യത്തിൽ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഈ കൊളാബറേഷൻ ഭയങ്കര പ്രധാനപ്പെട്ടതാണല്ലോ. ഇപ്പോൾ ജിതിൻ, ലിപിൻ, അതുല്, ഷാരൻ, ചമൻ, സമീർക്ക, ഷൈജിക്ക, ഇത് ഭയങ്കര ഇത് മൾട്ടിപ്പിൾ കൊളാബറേഷൻ നടക്കുന്നുണ്ട്. ഈ ഐഡിയ ഡ്രോപ്പ് ഇതെല്ലാം ഭയങ്കരമായിട്ട് കുറെ അതിനൊരു കുറവ് ഉണ്ടാവുന്നില്ലല്ലോ. ഇല്ല, ഇതിന്റെ വേറൊരു ഇതെന്ന് വെച്ചാൽ എന്റെ അടുത്തോട്ട് മറ്റേ ഇങ്ങനത്തെ മ്യൂസിക് വേണമെന്നുള്ള ഒരു ഐഡിയ വന്നില്ല. അത് ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ് പ്രൊഡ്യൂസേഴ്സിനോടും ഡയറക്ടേഴ്സിനോടും. ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു അത്. ആസ് എ മ്യൂസിഷ്യൻ എനിക്ക് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടാണ് ഞാൻ ചെയ്തത്. ഇവര് വന്ന് എനിക്ക് തോന്നുന്നത് ഇവര് വന്നിട്ട് ആകെ പറഞ്ഞത് ഇത് കുറച്ച് നമുക്ക് റൈറ്റിലോട്ട് നിൽക്കാമോ, കുറച്ച് അങ്ങനത്തെ കർഷകം മാത്രമല്ല, അല്ലാതെ മ്യൂസിക്കിൽ ഒന്നും ഇടപെട്ടില്ല. അതാണ് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് പെട്ടെന്ന് തീർത്ത പടമാണ് സൂക്ഷ്മദർശിനി. ഇപ്പൊ ഈ കഥ കേൾക്കുന്നു, നേരത്തെ പറഞ്ഞ കഥയിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്നുള്ളത് ക്രിസ്റ്റോ പറഞ്ഞു. ഈ കഥ കേൾക്കുന്ന പോയിന്റ് ഇതിപ്പോ ഈ സിനിമയുടെ സ്വഭാവം നമുക്കറിയാം. സിനിമയിൽ തന്നെ ഇതിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ടെംപ്ലേറ്റ് ഫോളോ ചെയ്യുന്നില്ല. ഈ കഥയിൽ ശരിക്ക് എന്താണ് ഹുക്കാവുന്ന ക്രിസ്റ്റോയ്ക്ക്? ഞാൻ ടർബോ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ആദ്യം സമീർക്ക് വിളിക്കുന്നത്. ആ ടൈമിൽ ഞാൻ ഇല്ല സമീർക്ക് ഞാൻ തീർക്കട്ടെ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ നിന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും MC വിളിച്ച് ഒരു ദിവസം വരാം, ഒരു 2 മണിക്കൂർ ടൈം തരുമോ, അങ്ങനെ MC വന്ന് ഞാൻ ടർബോന്റെ ഇടയിലായിരുന്നു. ഇടയിൽ വന്നിട്ട് പുള്ളി കഥ പറഞ്ഞു. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഓക്കെ ചെയ്യുന്നു വീട്ടിലോട്ട് എത്തി. കഥയാണ്, ഓഫ് കോഴ്സ് കഥയാണ്. സ്ക്രീൻ പ്ലേ അടിപൊളിയായിരുന്നു, നല്ല നറേഷനുമായിരുന്നു. അവര് കഥ പറഞ്ഞപ്പോഴും അടിപൊളിയായിരുന്നു. ഇപ്പോൾ സൂക്ഷ്മദർശിനി മാറ്റി വയ്ക്കുകയാണെങ്കിൽ മറ്റു സിനിമകളുണ്ട്. ഇതിലെല്ലാത്തിലും ഓരോ സിനിമയ്ക്കും ഒരു സ്വഭാവം ഉണ്ട്. ഇപ്പോൾ മതനോത്സവം ഒരു ടൈപ്പ് ഓഫ് സെറ്റേറിസ്റ്റിക് പരിപാടി ചെയ്യുന്നുണ്ട്. നേരെ ബ്രഹ്മയുഗം വരുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. 18+ വരുന്നുണ്ട്, അതൊരു ക്യാമ്പസ് പരിപാടിയിൽ നിൽക്കുന്നു. ടർബോ വരുന്നു, അത് ഭയങ്കര ലാർജർ ലൈഫ് പരിപാടിയിൽ നേരത്തെ പറഞ്ഞ നെഞ്ചത്ത് ബീറ്റ് കിട്ടുന്ന മാസ് സംഭവം ചെയ്യുന്നു. ഈ പല സിനിമകളിലും വേരി ചെയ്ത് പോകുമ്പോഴേ അത് ആക്ച്വലി
ചില സമയങ്ങൾ നമുക്ക് തോന്നുന്നത് ഒരാൾക്ക് പുതിയതായി പഠിക്കാൻ പറ്റുന്ന സമയമാണ്. ഈ ഗ്രോത്തിൽ ഭയങ്കര എൻഹാൻസ് ചെയ്യുന്നതാണല്ലോ. പല കാര്യങ്ങൾ ചെയ്യുന്നു, പല സ്റ്റൈല് ട്രൈ ചെയ്യുന്നു. ഇതിലൊരു സാച്ചുറേഷൻ പോയിന്റ് എന്നുള്ളത് എത്തുന്നില്ല, ഒരേ സംഭവം ചെയ്യുന്ന പോലെ. ക്രിസ്റ്റോന്റെ ഈ ഒരു ജേണിയില് ഇത്ര 5 പടം എന്നുള്ളത് ഇൻഡിപെൻഡന്റ് 5 പടം ചെയ്ത് കഴിയുമ്പോൾ ക്രിസ്റ്റോന് ആസ് എ മ്യൂസിക് ഡയറക്ടർ ഇപ്പോൾ ഒരു ഫീൽ എന്താ ശരിക്കും? കാരണം ഇനി മുന്നോട്ടുള്ള ജേണി എങ്ങനെ ആക്കണം? ഇനി അടുത്തത് ഞാൻ എന്ത് ചെയ്യും ദൈവമേ, ഇനി അടുത്തത് എന്താണ്? പക്ഷെ എന്തേലൊക്കെ വരും, എന്തേലൊക്കെ വീഴും. അത് എന്തായാലും ചെയ്യുന്നതെല്ലാം വൃത്തിയായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കണത്. ഈ പറഞ്ഞ പോലെ സൂക്ഷ്മ തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മളിത് ഓർക്കസ്ട്രൽ എന്ന് പറയുമെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്ത് എടുക്കണമല്ലോ. അത് പ്രൊഡക്ഷന്റെ സൈഡിൽ ഞാൻ വീണ്ടും പറയണം, ഞാൻ വിചാരിച്ചില്ലായിരുന്നു അങ്ങനെ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടും. അത് അടിപൊളിയായിട്ട് വന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടെ അത്യാവശ്യം ഏറ്റവും വലിയ നമ്മുടെ ഇവിടെ നടന്നേക്കുന്നതിൽ അത്യാവശ്യം ഏറ്റവും വലിയ റെക്കോർഡിംഗ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുറത്തുനിന്ന് റെക്കോർഡ് ചെയ്തതിൽ ഏറ്റവും അത്രയും എമൗണ്ട് മുടക്കി അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് നമ്മളൊരു യൂഷ്വൽ റൂട്ടീന്റെ പാർട്ടല്ലോ നമ്മുടെ ഇൻഡസ്ട്രിയുടെ. നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുക എന്നുള്ള സാധനം എനിക്ക് പ്രൊഡക്ഷന്റെ ഭാഗത്ത് അവര് സമീറൊക്കെ ആണേലും ഷൈജുക്കൊക്കെ ആണേലും അവർക്ക് അറിയാം നമ്മൾ ഇത് നമ്മൾ നമ്മൾ ചെയ്ത് കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഓക്കെ ഇത് റെക്കോർഡ് ചെയ്താൽ ഇതിലും പൊളിയാവും. അവർക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണ ആൾക്കാരായതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓർക്കസ്ട്രേഷൻ വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പിക്ക് ചെയ്ത് പറയാ, ഇപ്പോൾ ജോജി പറയും, അല്ലെങ്കിൽ ഇപ്പോൾ മരക്കാറിന്റെ രാഹുൽ രാജ് സംഭവം പറയും. പിന്നെ നമ്മളിപ്പോൾ പറയുന്നത് സൂക്ഷ്മയാണ്. നമുക്കും അങ്ങനെ ഒരുപാട് നമ്പേഴ്സ് ഇല്ലല്ലോ പിക്ക് ചെയ്ത് ഓർക്കസ്ട്രേഷൻ പറയാനായിട്ട്. ഈ ഇപ്പോൾ ജോൺ വില്യംസിന്റെ സ്കോർ പറയുന്നു, അല്ലെങ്കിൽ മോറിക്കോന്റെ സ്കോർ ഉണ്ട്, ഈ ഇപ്പോൾ ഹാരി പോട്ടർ തീം നമ്മൾ കണക്ട് ചെയ്യുന്നു. ക്രിസ്റ്റോ ഒരു കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്നതിന് മുന്നേ സ്കോർ ചെയ്യുന്ന തീം ഉണ്ടാകുന്ന സമയത്തൊക്കെ ക്രിസ്റ്റോന്റെ വിഷ്വൽ സെൻസ് ഉണ്ടല്ലോ, ഈ വിഷ്വൽ സെൻസിന് പറ്റിയുള്ള ഒരു സ്കോർ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ശേഷം വിഷ്വല് കണ്ട് ചെയ്യുന്ന സമയത്തേക്ക് ഇതിനെ എൻഹാൻസ് ചെയ്യാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിലോട്ട് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? അല്ല, ഞാൻ അങ്ങനെ എന്റെ വിഷ്വല് കാണുന്നതിനേക്കാൾ ഉപരി കഥ എന്താണെന്ന് നമുക്കറിയാലോ. അപ്പൊ കഥ ഇപ്പൊ ഇതില് ഈ പറഞ്ഞ പോലെ നാടൻ ടെറൈനിൽ എങ്ങനെ ഓർക്കസ്ട്രൽ വർക്കാക്കാമെന്നാണ് ഞാൻ ആലോചിച്ചിട്ടുണ്ടെന്ന്. എനിക്ക് ഉറപ്പായിട്ടും അറിയാം ഇത് ഒരുപാട് വൈഡ് വലിയ പറഞ്ഞ പോലെ ഭയങ്കര ഓർക്കസ്ട്രൽ ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷെ ഇതിനെ എങ്ങനെ ഓർക്കസ്ട്രൽ ആക്കിയിട്ട് ഇതിനെ പുതുമ കൊണ്ടുവരാമെന്നായിരുന്നു ചിന്തിച്ചത്. ഈ നാടൻ പറയുമ്പോഴും നമ്മുടെ തനതായ രീതിയിലുള്ള നാടൻ സിനിമകളിലെ സ്കോറുകളുണ്ട്, അതിനെല്ലാം ബ്രേക്ക് ആണ്. പക്ഷെ ഇതില് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ പലർക്കും ഇപ്പൊ സാധ്യത ഉണ്ടാവുക. ഓഡിയൻസ് കണ്ട് വളർന്നൊരു സിനിമ വിഷ്വൽ ഒരു എന്താ പറയുക രീതി ഉണ്ടല്ലോ. ചിലപ്പോൾ ചിലർ ഈ പച്ചപ്പും ഹരിതാവും കുഞ്ഞു കുഞ്ഞു വീടുകൾ അടുത്തൊക്കെ ഉള്ളപ്പോൾ അവർ ആഗ്രഹിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ടാവും, ഒരു റിതം ഉണ്ടാവും. അതല്ല കൊടുക്കുന്നത്. അവിടെ എപ്പോഴും ഒരു ഇത് ആളുകൾക്ക് കിട്ടുമോ കിട്ടില്ലേ? അതാ ഞാൻ പറയും, ഈ റിലീസിനോട് അടുക്കുന്നതോറും എനിക്ക് ആ സാധനം ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ ബ്രഹ്മേകം ചെയ്യുമ്പോൾ എനിക്ക് ബ്രഹ്മേകം കഴിഞ്ഞ പിന്നെ എനിക്ക് മറ്റേ സാധനം ഉണ്ട്. ബ്രഹ്മേകം അത്രയും വർക്കായി. ബ്രഹ്മേകം ചെയ്യുമ്പോൾ ഞാൻ ഫുൾ തോന്നിയാസം എന്റെ അഴിഞ്ഞാട്ടൊക്കെ അതെ ചെയ്യാ. എനിക്ക് പറഞ്ഞ പോലെ ഒന്നും നോക്കാനില്ല എന്നുള്ളൊരു എന്റെ മാക്സ് വിട്ട് ചെയ്യാം മൂക്കപ്പടം അങ്ങനെയായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് എത്തിയപ്പോ ഈ പറഞ്ഞ പോലെ ഇത്രയും പടം ബ്രഹ്മേകം ടർബോ കഴിഞ്ഞു. അങ്ങനെ എത്തിയപ്പോ ഇനി ഓക്കെ ആൾക്കാരെന്ത് വിചാരിക്കുമെന്നുള്ളത് എങ്ങനെയായിരിക്കും എടുക്കുന്നതെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ നോക്കാം, എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം, ഇങ്ങനെയൊക്കെയല്ലേ ബുദ്ധിമുട്ട് രീതിയിലാണ് ചെയ്തത്. ഇപ്പൊ ഈ ടർബോ ആണെങ്കിൽ ഇപ്പൊ ടർബോയില് അവിടെ ഈ ക്യാരക്ടർ ജോസിനപ്പുറം അതൊരു സ്റ്റാറാണ്, സ്റ്റാർ സിനിമയാണത്, ആ രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ട സിനിമയാണ്. അതിന് സ്പെഷ്യലി ചോദിക്കാനുള്ളത് ഈ ടർബോന്റെ ഒരു തീം ഉണ്ടായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ ഇൻസ്റ്റഗ്രാമിൽ റിപ്പീറ്റഡ്ലി പല സ്റ്റോറികളിൽ ഇതിലൊക്കെ ഈ തീമാണ് നമ്മൾ റിപ്പീറ്റഡ്ലി കേട്ടോണ്ടിരുന്നത്. ആ തീമിന്റെ ഒരു കോമ്പോസിഷൻ. അപ്പൊ അതിൽ ഈ പറഞ്ഞ എന്താ ഒരു വൊക്കൽ പോർഷൻ ഉണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ സസ്റ്റെയിൻ ചെയ്ത് പാടി പോകുന്നത്, ഈ അങ്ങനെ ഒരു തീം ഒരു സ്റ്റാറിന് കൊടുക്കുന്നു. ഇതായിരിക്കണം ആ തീം. ഇപ്പൊ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മുന്നത്തെ ഇപ്പോ ഭീഷ്മറുമായിരുന്നു നമുക്കവിടെ വലിയ രീതിയിൽ സക്സസ്ഫുൾ ആയ ഒരു കമേഴ്ഷ്യൽ സിനിമ. അതിൽ ക്രിസ്റ്റോ പാർട്ടായിരുന്നു. അവളും ടർബോ വരുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കണം, അതുമായിട്ട് ബന്ധം ഉണ്ടാവാൻ പാടില്ല. ടർബോന് ആ ഒരു പെർട്ടിക്കുലർ തീമിന്റെ ക്രിയേഷൻ ആയിരിക്കും എങ്ങനെയാണ്? മറ്റേ വാ പോരങ്കപ്പെരുമ്പോഴല്ലേ അത് ശരിക്കും ആ പള്ളിപ്പെരുന്നാൾ ഫൈറ്റിന് വേണ്ടിയായിട്ട് ചെയ്തപ്പോ അങ്ങനെ ഒരു പാട്ട് കിട്ടി. ആദ്യം സ്കോറായിട്ട് നമ്മൾ ചെയ്തു, എന്നിട്ട് പിന്നെ പാട്ടായി. പിന്നെ നമ്മൾ അതിനെ പല സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യായിരുന്നു. ഈ ബേൺ ഔട്ട് ദ എൻജിൻ എന്ന് പറഞ്ഞ ട്രാക്ക് ഉണ്ടല്ലോ, ആ ട്രാക്ക് നമ്മൾ ആദ്യം ബിൽഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഇതിന്റെ എലമെന്റ്സ് എങ്ങനെ കൊണ്ടുവരാമെന്നൊക്കെ ആലോചിച്ച് അങ്ങനെ കുറച്ച് സാധനങ്ങൾ അതിൻ്റെ അകത്ത് കൊണ്ടുവന്നു. പിന്നെ മറ്റേ ടർബോന്ന് എഴുതി കാണിക്കുന്ന പോയിന്റിലും ഇതിന്റെ ഒരു എല്ലാത്തിന്റെ ഇപ്പൊ സൂക്ഷ്മദർശിനിയാണേലും
സൂക്ഷ്മദർശിനി തീം തന്നെയാണ് ഓവറോൾ പടം. ആ നോട്ടുകൾ തന്നെ ഇപ്പൊ ടരരം തം തം ആ നോട്ടുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തന്നെയാണ് നമ്മൾ അതിനെ പല ഇൻസ്ട്രുമെന്റ്സിലോട്ടാക്കി അതിന്റെ മൂഡിനനുസരിച്ച് അതിനെ മാറ്റി മാറ്റി അങ്ങനെയാണ് അതും ബിൽഡ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഈ സൂക്ഷ്മദർശിനി ഫൈനലി കൺക്ലൂഷനിലോട്ട് വരികയാണെങ്കിൽ ഈ സൂക്ഷ്മദർശിനി സിനിമ മുന്നോട്ട് പോകുന്ന ഈ കൺസെപ്റ്റ്, അതിലെ പൊളിറ്റിക്കൽ ലെയർ, അതിന്റെ ത്രില്ലർ എലമെന്റ്സ്, ഇതെല്ലാം ആളുകൾ കണ്ടാവുന്നതിൽ സൗണ്ട്, എഡിറ്റ് എല്ലാം വരുന്നുണ്ട്. ഈ ഡയറക്ടർ, എഡിറ്റർ, സിനിമാറ്റോഗ്രാഫർ, മ്യൂസിക് ഡയറക്ടർ, ഈ 4 പേരുടെ ഒരു കോമ്പിനേഷൻ കൂടിയാണ് ഓരോ സിനിമ സക്സസിൽ വരുന്നത്. വിഷ്വലും അതിന്റെ പല വേർഷൻസും. ഈ നിങ്ങൾ 4 പേര് ഇതിൻ്റെ ഒരു കോർഡിനേഷൻ, കോമ്പോസിഷൻ, നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ, ഇതിന്റെ ഒരു വർക്ക്ഔട്ട് ഫോർമുല ഉണ്ടോ? അതോ ഇങ്ങനെയാണ് അതിന്റെ? ശരൺ ബ്രോയായിട്ട് എനിക്ക് അങ്ങനെ നമ്മളങ്ങനെ സംസാരിക്കണം. വിഷ്വലി അവർ ചെയ്യാനുള്ള പണി അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചമാനായിട്ട് ഞങ്ങൾ ഇടക്ക് വിളിച്ചിട്ട് ഞങ്ങൾ ഇടക്ക് വഴക്ക് കൂടും. ആ ഷോട്ട് മാറ്റി ഇത് മാറ്റി ഒരു പോയിന്റിൽ ഞാൻ സ്കോർ ചെയ്തെല്ലാം കഴിഞ്ഞപ്പോൾ അവനെ എഡിറ്റ് ചെയ്ത് ട്രിമാക്കി. പക്ഷെ അത് ലോജിക്കലി അതാണ് കറക്റ്റ്. അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഫൺ ചമനായിട്ട് എപ്പോഴും ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്താണ് ചെയ്യണത്. പിന്നെ എം സി എപ്പോഴും എം സിക്ക് ഈ പറഞ്ഞ പോലെ എം സിയുടെ കോളായിരുന്നു ഇത്. തീം സ്പെസിഫിക്കലി ഇന്ന സ്ഥലങ്ങളിൽ പ്ലേസ് ആവണം. ആ ക്യാരക്ടർ ഇതാണ് പുള്ളിക്കാരിയുടെ സൂക്ഷ്മദർശിനി സ്വിച്ച് ഓൺ ആവണ പോയിന്റുകളിലൊക്കെ ഇത് നമ്മൾ കാണിക്കണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. ഈ സൂക്ഷ്മദർശിനി പറയുമ്പോൾ ഇത് ഭയങ്കര ഈ ഡെപ്ത് ഫോക്കസിലാണല്ലോ ഇതിന്റെ ഐഡിയ എടുക്കുന്നത്. നോട്ടങ്ങളാണ് ശരിക്കും എല്ലാത്തിനും. അതിലൊരു സൂമിൻ പോലെയാണ്. ഇവരെത്ര സൂം ചെയ്ത് അപ്പുറം നോക്കുന്നോ അതിലാണ് സിനിമ ഇരിക്കുന്നത്. സ്കോറിലും അത് ഭയങ്കര വിസിബിൾ ആണ്. ഇപ്പൊ ഇന്റർവെൽ സീക്വൻസിൽ ഇന്റർവെൽ ബ്ലോക്കിന്റെ സ്കോർ ഈസ് ഭയങ്കര ലൗഡായി വരുവാണ്. ഒരു പോയിന്റ് കയറി വരുന്നുണ്ട്. ക്ലൈമാക്സിൽ ഇതിന്റെ ഒരു ഈ പറഞ്ഞ എൻറ്റയർ പരിപാടിയുടെ ഷോ ഡൗൺ എന്ന് പറയുന്ന പോലെയുള്ള ഏരിയസ് ഭയങ്കര ഹൈലി കയറ്റി വയ്ക്കുന്നുണ്ട്. ഈ 2 പോർഷൻസ്, ഇന്റർവെൽ ബ്ലോക്കും ക്ലൈമാക്സും, അതിന്റെ ഒരു സ്കോറിങ് എങ്ങനെയായിരുന്നു? എനിക്കെപ്പോഴും എല്ലാ പടം ചെയ്യുമ്പോൾ എനിക്ക് ഇന്റർവൽ പഞ്ച്, എനിക്ക് ആ പഞ്ച് കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാനത് ആഗ്രഹിക്കുക ഏത് സിനിമ പ്രേക്ഷകർ എനിക്ക് ഒരു ചായ കുടിച്ചിട്ട് വരാം, ആ ഒരു എനർജി എനിക്ക് എപ്പോഴും കൊടുക്കണം എന്നുണ്ട്. കാരണം ആ ഏരിയ അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്തു കുറച്ച് ലൗഡായിട്ട്. അവിടെയും ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കസ്ട്രലാണ്, നമ്മൾ അതിന്റെ കൾച്ചറിൽ നിന്ന് മാറിപ്പോയിട്ടില്ല. പിന്നെ ലാസ്റ്റ് പീസ് അതൊരു 4 മിനിറ്റ് കണ്ടിന്യൂസ് മ്യൂസിക്കൽ പീസാണ്. അപ്പൊ അതിനെങ്ങനെ, കാരണം ആദ്യമേ നമ്മൾ ഈ ഒരു ഹൈ കാണിച്ച് ഇവിടെ കൊണ്ടൊന്നും പൊക്കാൻ പറ്റില്ല. കാരണം അതിനെങ്ങനെ പിടിക്കാമെന്നുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ടായി. പിന്നെ അത് ഗ്രാജുവലി അത് റെഡിയായി വന്നു. എല്ലാവരും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കിക്ക് ഉണ്ട്, ഹൈ ഉണ്ട്, നമ്മളതിനുവേണ്ടി സംസാരിക്കുന്നുണ്ട്. അപ്പം നമ്മളെപ്പോഴും സിനിമയെ ഭയങ്കര വാല്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇറങ്ങിയിട്ട് 10 മിനിറ്റ് അതിന് സിനിമ വേണ്ടി ഓർക്കുന്നുണ്ടെങ്കിൽ സിനിമ നമുക്ക് എന്തെങ്കിലും ഒരു തന്നു എന്നുള്ളതാണ് സംസാരിക്കാറ്. ക്രിസ്റ്റോ ആക്ച്വലി ഇതിന്റെ ഒരു സ്കോറും മിക്സ് എല്ലാം കഴിഞ്ഞ് ഫൈനൽ ലോക്ക് ചെയ്തതിനു ശേഷം ക്രിസ്റ്റോ ആസ് എൻ ഓഡിയൻ എന്തായിരുന്നു ഇതിന്റെ ഒരു? ഇന്ന് കണ്ടപ്പോ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എല്ലാവരുടെയും റിയാക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലാണ് അവരുടെ റിയാക്ഷൻസ് വരുന്നത്. ഹാപ്പി ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്നലെ എനിക്ക് ഉറക്കമുണ്ടായില്ല. എനിക്കൊരു എന്താ ഇത് എങ്ങനെ ആൾക്കാരെ എടുക്കും എന്നുള്ള സാധനം ഉണ്ട്. പക്ഷെ ഈ ക്രൗഡിനൊപ്പം സിനിമ കാണുന്നത് ഇപ്പൊ ഈ 5 പടങ്ങളാണെങ്കിലും അതിന്റെ ശരിക്കും മൊമെന്റ് എങ്ങനെയാണ്? അത് ആസ്വദിക്കലേ ശരിക്കും എനിക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. കാരണം പടം ചെയ്തിട്ട് ഈ പടം മ്യൂസിക് എനിക്ക് ആസ് എ പടം എനിക്ക് അങ്ങനെ ആസ്വദിക്കാനൊന്നും പറ്റാറില്ല. നമ്മൾ ജഡ്ജ്മെന്റ് ഒക്കെ കട്ടായി പല കട്ടുകൾ കാണുന്നു, പല കട്ടിൽ മ്യൂസിക് ചെയ്യുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോ ആകെ സിനിമ റിലീസിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഈ മൊമെന്റാ. ഓഡിയൻസ് എങ്ങനെ അതിന് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളൊരു പരിപാടി തന്നെ. അതാണ് ശരിക്കും ആസ് എ മ്യൂസിക് ഡയറക്ടർ നമ്മൾ വർക്ക് ചെയ്ത ഒരാളെന്ന നിലയിൽ അതാണ് എന്റെ എൻജോയ്മെന്റ് പോയിന്റ്. അവിടെ അവരൊപ്പം ഞാൻ ഒരു ടെൻഷനായിട്ട് സൂക്ഷ്മദർശിനി തിയേറ്ററിൽ പോണോ എന്നുള്ളത്. പിന്നെ എന്തായാലും ഇത് ആകെ കിട്ടാനുള്ള ഇത് മാത്രമേ പോയി ആസ്വദിച്ചിട്ട് വരാന്നുള്ള രീതിയിൽ പോയത്. ഈ സിനിമ കാണുന്നതിന് ഈ പറഞ്ഞ ഓഡിയൻസിനൊപ്പം കാണുന്നത് പറഞ്ഞല്ലോ, ഈ ക്വിക്ക് ആയിട്ടുള്ള റെസ്പോൺസ് വരില്ല ആളുകളുടെ. ചിലപ്പോൾ പെട്ടെന്ന് നേരത്തെ പറഞ്ഞ പ്രതീക്ഷ സ്ഥലത്ത് കൈയടി വരുന്നു, അല്ലെങ്കിൽ സൗണ്ട് വരുന്ന ആൾക്കാരുടെ, അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ മാറിക്കുമ്പോഴേക്കും ഒരാൾ സൈഡിൽ നിന്ന് പടത്തെ പറ്റി പറയുന്നുണ്ടാവും. അത്തരം റെസ്പോൺസുകൾ ഇപ്പൊ ടർബോയിൽ കിട്ടുന്ന തരത്തിലുള്ളതല്ലായിരിക്കും പ്രമേയത്തിന് കിട്ടുന്നത്, അതല്ലെങ്കിൽ 80+ കിട്ടുന്നത്, മദനോത്സവത്തിന് കിട്ടുന്നത്, ഇതിന് വരുന്നത്. ഈ ആളുകൾ ക്വിക്ക് ആയിട്ടുള്ള റെസ്പോൺസുകൾ ചിലപ്പോൾ അത് പെയിൻഫുൾ ആയിരിക്കാം, ചിലപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് വരുന്നതായിരിക്കാം. അങ്ങനത്തെ ഒരു മൊമെന്റ് ഉണ്ടോ ശരിക്കും റെസ്പോൺസ് കേട്ട്? ചില സമയത്ത് ചില കമന്റ് ഒക്കെ കാണുമ്പോൾ മറ്റേ ഇതാവും, ഇങ്ങനെ മറ്റേ അങ്ങനെ. പക്ഷെ
പറയാനുള്ളൊരു എന്താന്ന് വെച്ചാൽ പറയും. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ നല്ലത് പറയുമ്പോൾ ഉറപ്പായിട്ടും ആരാണേലും നമുക്കൊരു സന്തോഷം വരില്ല. പിന്നെ അതും പിടിച്ചോണ്ട് ഞാൻ പോവാറില്ല. ആ ഒരു മൊമെന്റിൽ ഞാൻ ആസ്വദിക്കാതെ ഇരിക്കണമില്ല. കിട്ടേണ്ടതൊക്കെ ആസ്വദിക്കും. ഒരു പോയിന്റ് കഴിയുമ്പോൾ അടുത്ത പരിപാടിയിലോട്ട് കയറും. ഈ മ്യൂസിക് ഡയറക്ടർ ശരിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ പോയിന്റ് ഉണ്ടോ? കഴിഞ്ഞ് പിന്നെയും പടം ഇപ്പൊ ടി വിയിൽ അടിവെച്ച് കാണുമ്പോഴും അവിടെ ഇങ്ങനെ ചെയ്യായിരുന്നു. അത് ഉറപ്പായിട്ടുണ്ടോ? അത് ഇപ്പൊ ഇന്ന് കണ്ടപ്പോഴും എനിക്ക് തോന്നി അവിടെ കുറച്ച് സസ്റ്റെയിൻ ചെയ്ത് വെച്ചെങ്കിൽ എന്തായാലും എപ്പോഴും അത് വേണമല്ലോ. അത് വേണം. ലോക്ക് ചെയ്യുന്ന ഫൈനൽ ജഡ്ജ്മെന്റ് ക്രിസ്റ്റോ ക്രിസ്റ്റോന്റെ ജഡ്ജ്മെന്റ് അപ്പുറത്തേക്ക് മേക്കർ ചില ഇപ്പൊ ഇതിന്റെ അകത്ത് അങ്ങനെ വേണ്ടി വന്നിട്ടില്ല. ഇപ്പൊ ചില പടങ്ങളിൽ എനിക്ക് ചില സീനുകൾ ഇപ്പൊ ഡയറക്ടർ ഇവിടെ ഇങ്ങനെയാണ്, ഇതല്ല വേണ്ടതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നും ചിലപ്പോൾ ഇതാണ് ഇവിടത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറയാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്രഹ്മയുഗത്തിന്റെ ലാസ്റ്റ് പോർച്ചുഗീസുകാർ വരുന്ന പോയിന്റിൽ ആദ്യം ഞാൻ ആ മെലഡി റെഡി ആക്കിയിട്ട് രാഹുൽ എന്നെ കേൾപ്പിച്ച്. അത് ആക്ച്വലി ഡമ്മിയാണ്, നമ്മൾ ലൈവ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായില്ല. ഓപ്ഷൻ നിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ലൈവ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു കൊടുത്ത് വർക്കായി. അപ്പൊ അങ്ങനെ ചില പോയിന്റുകൾ ഉണ്ടാവും. ഇതിൽ അങ്ങനത്തെ ഒരു, ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ഇൻഡിപെൻഡന്റ് പരിപാടി ചെയ്യണ പോലെ തന്നെ ഇത് ഫുൾ ചെയ്തത്. കാരണം അങ്ങനെ ബ്രഹ്മയുഗം ഇതാന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ബ്രഹ്മയുഗം ഭയങ്കര ഫ്രീഡത്തോടെ തന്നെ വർക്ക് ചെയ്തതാണ്. അങ്ങനെ ഈ എനിക്ക് തോന്നുന്നു സൂക്ഷ്മദർശിനിയുടെ ഏറ്റവും വലിയ ഇനീഷ്യൽ പുള്ളില് ആളുകൾ ഡിസ്കഷൻ ആവുന്നതിൽ ദുരൂഹ മന്ദഹാസത്തിന് ഭയങ്കര സാധ്യത ഉണ്ടായിരുന്നു. അതിന്റെ ഒരു കിക്ക് ഉണ്ടായിരുന്നു ആളുകൾക്ക്. ഇപ്പോൾ പരാരിയുടെ ലിറിക്സ് അതിൽ സ്കോർ ചെയ്യുന്നത് പാട്ടാണല്ലോ സെറ്റ് ചെയ്യുന്നത്. അതൊരു തീമിനപ്പുറം സോങ് ക്രിയേറ്റ് ചെയ്യുന്നു. മൂഡ് വേറെയാണ്, നെഞ്ചത്ത് ഇതിൽ ദുരൂഹ മന്ദഹാസൻ ലൈനിന്റെ സസ്റ്റെയിൻ പരിപാടികളെല്ലാം രസമുണ്ടായിരുന്നു. അതിന്റെ ഒരു കോമ്പോസിഷൻ കൺസ്ട്രക്ഷൻ അത് ഞാൻ ആദ്യം സൂക്ഷ്മദർശിനിയുടെ ലൊക്കേഷനിൽ ആദ്യമായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി വണ്ടി കയറി കഴിഞ്ഞപ്പോൾ മൂരി എനിക്ക് ഇതയച്ചിരുന്നു ഒരു ലിറിക്ക്. ആദ്യത്തെ ദുരൂഹ മന്ദഹാസമേ, പിന്നെ ചികഞ്ഞ് നോക്കി അത് ആദ്യത്തെ ഒരു 2 വരി എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പല മെലഡീസ് പാടി നോക്കിക്കൊണ്ടിരിക്കണം ഈ വാക്ക് വെച്ച്. എന്നിട്ടാണ് പിന്നെ അത് സസ്റ്റെയിൻ ചെയ്തിട്ട് അതെങ്ങനെ, പക്ഷെ അത് ക്രിഞ്ച് ആവുമെന്നുള്ള പേടിയുണ്ടായിരുന്നു. ആ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. നമ്മൾ ഈ ട്രാക്ക് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് വരെ ഇങ്ങനെ ആയിരിക്കും ഇത്, ആൾക്കാർ എന്താ എടുക്കാൻ പോണേ എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലിറിക്ക് എഴുതാൻ ആദ്യം ഇത് ബിൽഡ് ചെയ്തിട്ട് പിന്നെ ബാക്കി ഞാൻ കമ്പോസ് ചെയ്തു. ബാക്കി ലിറിക്കില്ലാതെ നമ്മൾ കമ്പോസ് ചെയ്തു. ഹുക്ക് ലൈൻ മാത്രം ആദ്യത്തെ ദുരൂഹ മന്ദഹാസം മാത്രം ആദ്യം റെഡിയാക്കി. ശങ്കലിയിലേക്ക് പിന്നീടാ വന്നത്. ആദ്യം അവിടെ തെന്തിരാരം എന്ന് പറഞ്ഞ പാടി വെച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തോട്ട് ശങ്കലിയിൽ വന്നു. അപ്പൊ ഞാനും മൂരിയും ഞങ്ങളൊരു വെളുപ്പിനെ 1 മണിക്ക് എങ്ങാണ്ട് എഴുതി നമ്മളത് റെക്കോർഡ് ചെയ്ത്, എൻ്റെ ഒരു വോക്കൽ വെച്ചിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തു. അപ്പൊ ഞങ്ങൾക്ക് 2 പേർക്കും ഒരു ഹൈ കിട്ടി. ഞങ്ങൾ കറക്റ്റാവും ബാക്കി ആൾക്കാർക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ സമീർക്കൊക്കെ വെച്ചിട്ട് സമീർക്കൊക്കെ വർക്കായി. അങ്ങനെ ഒരു ഭയങ്കര പോസിറ്റീവ് എന്റർടൈൻമെന്റ് റോള് ഉണ്ടായിരുന്നല്ലോ. ഈ ഹാ എവിടെ വരുന്നല്ലോ, എവിടെ കിട്ടുന്നല്ലോ, അത് കണ്ടിരുന്നോ? അത് ഞാൻ അല്ല ബേസ്ലെറ്റ് കണ്ടപ്പോ ബേസ്ലെറ്റ് ആദ്യം എന്നോട് ഇതാ പറഞ്ഞത്, എവിടെയാണ് ഹാ എവിടെ. എങ്ങനെ അപ്പോ സൂക്ഷ്മദർശിനി ഭയങ്കര രസമായിട്ട് പോകുന്നുണ്ട്. മറ്റു സിനിമകൾ പോലെ തന്നെ അത് വലിയ രീതിയിൽ ചെയ്യുക വരട്ടെ. ക്രിസ്റ്റോന് ഇനി മുന്നോട്ടുള്ള കരിയർ പരിപാടികൾ, പ്ലാനുകൾ, വിഷൻ ഇനി എന്തൊക്കെയാണ്? ഇനി രാഹുൽ സദാശിവന്റെ അടുത്ത പ്രോജക്റ്റ് ഉണ്ട്. അതൊരു അടിപൊളി പരിപാടിയായിരിക്കും. ഇനി അതിലോട്ട് ഉള്ള ഒരു ബ്രേക്ക്, ഒരു ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ ഒന്ന് ആഘോഷിച്ച് പയ്യെ പണിയിലോട്ട് കയറണം. 2 മാസം ബ്രേക്ക് എടുത്ത് 2 മാസം ബ്രേക്ക്. ഹാപ്പി സീൻസ്. എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു. കരിയർ ഇനിയും വലിയ രീതിയിൽ ഉറപ്പാണ് അടിപൊളിയാവട്ടെ. ഉറപ്പായിട്ടും. താങ്ക് യു.